ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന ചിക്കൻ പാറ്റീസ് അതാണ് കേട്ടോ. ഇത് ഒരുപാട് കൂട്ടുകാർ റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. ഞാനിതുവരെ ബർഗറൊന്നും പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. പക്ഷെ ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഇതിലേക്കുള്ള സോസും എല്ലാം ഇതിൽ തന്നെ ഉണ്ടാക്കേണ്ട ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണുക. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിനിതാ ഞാൻ ഒരു 500 ഗ്രാം ചിക്കൻ, എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ എടുത്ത് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം കഴുകിയിട്ട് വെള്ളം പാരാൻ വേണ്ടിയോടെ മാറ്റി വെക്കണം. ആദ്യം വെള്ളം നല്ലപോലെ വാർന്ന് കിട്ടണം. അതിന് ശേഷം പിന്നെ ഞാനിത് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൽ 6 സ്ലൈസാണ് കാണിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ അരികൊന്ന് എടുത്തിട്ട് വെള്ളപ്പോഷം മാത്രം ഒന്ന് മിക്സിയിലിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അരികെടുത്ത് കളയണ്ട കേട്ടോ, അത് നമുക്ക് ആവശ്യമുണ്ട്. ഇനി ഇത് ഞാനിത് മിക്സിൻ്റെ വലിയ ജാറിലിട്ടിട്ടുണ്ട്. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റാക്കി പൊടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ 6 അല്ല കേട്ടോ, 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ആ 2 എടുക്കുന്നത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കണതിന് ബൈൻഡിങ്ങിനനുസരിച്ചിട്ട് ബ്രെഡ് എടുക്കുക. അപ്പോൾ അത് നല്ല പോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമ്മളിപ്പോൾ അത് ചിക്കന് കഴുകി വെള്ളമൊക്കെ നല്ല പോലെ പോയിട്ടുണ്ട് കേട്ടോ. വെള്ളം നല്ലവണ്ണം വാർന്ന് പോകണം. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് കുരുമുളക് ഇട്ടിട്ടുണ്ട്. മുഴുവനായിട്ടുള്ള കുരുമുളകാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത് 1 തുണ്ട് ഇഞ്ചിയും 5-6 വെളുത്തുള്ളിയും പാടെ ചായച്ചിട്ട് എടുത്തതാണ്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. കല്ലുപ്പാണ് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സാക്കി എടുക്കുക. അതിലേക്ക് ഞാൻ അര ടീസ്പൂണ് ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം ഇനി ഇത് നമുക്ക് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഫൈനായിട്ട് അരച്ചെടുക്കണം, കട്ടകളൊന്നും ഇല്ലാതെ. ഞാനിത് അരച്ചെടുക്കുന്ന വീഡിയോ മിസ്സായിട്ടോ. മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടിട്ട് അതേപോലെ നല്ലവണ്ണം അരച്ചെടുക്കുക. അരച്ചെടുത്ത് ഞാനിതൊരു പ്ലേറ്റിലൂടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് അരച്ചെടുത്ത ഈ മിക്സ്, ചിക്കൻ്റെ മിക്സ് മുഴുവനായിട്ട് ഞാൻ മിക്സിൻ്റെ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ 1 കോഴിമുട്ട മുഴുവനായിട്ടും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പൾസ് ചെയ്തെടുക്കണം. നിങ്ങളുടെ അടുത്ത് ഫുഡ് പ്രോസസ്സിങ് മെഷീൻ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് എല്ലാം പാടെ ഇട്ടിട്ട് കറക്കിയെടുത്താലും മതി കേട്ടോ. അതില്ലാത്തവർക്കാണ് ഇത് അതേപോലെ ചെയ്താൽ മതി. നിങ്ങൾക്കിത് വലിയ മിക്സിയിലിട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറേശ്ശെ ഇട്ടിട്ട് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഞാൻ മുട്ട ഒഴിച്ചതിന് ശേഷം നല്ലവണ്ണം ഒന്ന് പൾസ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ അതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ബ്രെഡ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് അതും നല്ലവണ്ണം ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. കൈ കൊണ്ടാണ് ഞാൻ മിക്സാക്കി എടുത്തിരിക്കുന്നത്. ഞാനപ്പോൾ അതൊന്നും ഞാൻ വീഡിയോയിൽ ഒരുപാട് കാണിച്ചില്ല. വീഡിയോ ഒരുപാട് ലെങ്ത് ആകും പറഞ്ഞിട്ട്, അല്ലെങ്കിൽ തന്നെ കുറച്ച് വീഡിയോ ലെങ്ത്താണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണ കാരണം കൊണ്ട്. അപ്പോൾ അത് നമ്മൾ ഇട്ട മസാലയും എല്ലാം നന്നായിട്ട് മിക്സാക്കി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നല്ലപോലെ കൈ കൊണ്ട് മിക്സാക്കി എടുക്കുന്നത്. ഇനി ഇത് എങ്ങനെ ഷേപ്പ് ചെയ്യുകയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടത്തിന് ഷേപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഷേപ്പ് ചെയ്യാനുള്ള എളുപ്പവിദ്യ ഞാൻ പറഞ്ഞുതരാം. കയ്യിൽ കുറച്ച് എണ്ണ ആക്കിയതിന് ശേഷം ഇതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കുക. പക്ഷേ നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാതും ഒരേ കട്ടിയിലും കനത്തിലും വരില്ല. പലതും പല സൈസായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാതും ഒരേപോലെ കിട്ടാൻ വേണ്ടി ഞാനിത് എല്ലാവരുടെ വീട്ടിലും ഇതേപോലത്തെ മൂടി ഉണ്ടാവുമല്ലോ, കുപ്പിൻ്റെ മൂടി, അത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് ഞാനത് അതിൻ്റെ മേലെ ഒരു കവർ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന പോലത്തെ കവർ തന്നെയാണ്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് എണ്ണ തേക്കുന്നുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ചെറിയത് വേണമെങ്കിൽ ചെറിയത് ഉണ്ടാക്കാം, വലിയത് വേണമെങ്കിൽ വലിയത് ഉണ്ടാക്കാം. എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് കുറച്ച് മിക്സ് എടുത്തതിന് ശേഷം കൈ കൊണ്ട് നല്ലവണ്ണം അമർത്തി കൊടുക്കുക. അപ്പോഴാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിങ്ങൊക്കെ നല്ലവണ്ണം നിറഞ്ഞിട്ട് ക്രാക്ക് ഇല്ലാതെ ആവുള്ളൂ. നല്ലവണ്ണം അമർത്തി മിക്സാക്കിയതിന് ശേഷം കൈയിൻ്റെ നടുകൊണ്ട് നല്ലപോലെ അമർത്തിയെടുക്കുക. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകണില്ലെങ്കിലും വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ വീഡിയോക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. ഇപ്പോൾ കണ്ടത് നമ്മൾ എത്ര പെട്ടെന്നാണ് ഒന്ന് ഉണ്ടാക്കിയെടുത്തത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കുക. ഒരേ കനത്തിലും കട്ടിയിലും ഒക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും ഇങ്ങനെ ഒരു മൂടിയിട്ട് ചെയ്യുമ്പോൾ. ഇല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് അതിൽ വേണമെങ്കിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ അതെല്ലാവരുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മൂടി എടുത്ത് കാണിച്ചത്.
സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഒരുപാട് കൂട്ടുകാർ കുറേ അയക്കണത് ചോദിക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് വീഡിയോ ഇട്ടത്. വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിരിക്കണം. ഞങ്ങളുടെ വീട്ടിലൊരു മരിപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാരണം കൊണ്ടാണ് വീഡിയോ ഇടാൻ വൈകിയത്, വോയിസ് കൊടുക്കാനും ഒക്കെ. ഇതേപോലെ തന്നെ നമുക്ക് എല്ലാതും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ട, നമ്മൾ ഉണ്ടാക്കിയത് എല്ലാതും ഒരേ കട്ടിയിലും കനത്തിലുമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ മിക്സ് വെച്ചിട്ട് ഒരു 10 എണ്ണം കിട്ടിയിട്ടുണ്ട്. നമ്മളിത് എങ്ങനെ ഫ്രീസ് ചെയ്യുക, കുറേ ദിവസം ഇതെങ്ങനെ എടുത്ത് വെക്കുക എന്നുള്ളതിൻ്റെ ഒക്കെ ഞാൻ വീഡിയോ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങളെല്ലാവരും മുഴുവനായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതെല്ലാം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് മൈദയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേണ്ടത് 2 കോഴിമുട്ട. ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനൊന്നും മറന്നു പോയത് കേട്ടോ. പിന്നെ നമ്മൾ എടുത്ത് വെച്ച ബ്രെഡിൻ്റെ സൈഡ് ഉണ്ടായിരുന്നില്ലേ, ബ്രൗൺ പോർഷൻ, അപ്പോൾ ഞാൻ അതും മിക്സിയിലിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എല്ലാ സാധനവും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് പൊരിച്ചെടുക്കുക എന്നുള്ളത് നോക്കിയാൽ, അതിന് ഞാൻ ആദ്യം മൈദൻ്റെ മിക്സിയിൽ നല്ലവണ്ണം അത് കോട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഞാനത് മുട്ടൻ്റെ മിക്സിയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിത് ബ്രെഡിലൊന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. മൈദയിലൊന്ന് ഡിപ്പ് ചെയ്യുക, മുട്ടയിലൊന്നും ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുക. അതേപോലെ തന്നെ ഞാൻ എല്ലാതും ഇതേപോലെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എളുപ്പമാണ് കേട്ടോ, ഒരുപാട് പണിയില്ല, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കാനൊന്നും മറന്നു പോകരുത്. നിങ്ങൾക്കത് കുറച്ചും കൂടി വട്ടം വേണമെന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസിൽ മുക്കണ സമയത്ത്, കോട്ട് ചെയ്യുന്ന സമയത്ത് കൈ കൊണ്ടൊന്ന് നല്ലപോലെ അമർത്തിയിട്ട് കോട്ട് ചെയ്താൽ മതി. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് റൗണ്ടായി കിട്ടും. അപ്പോൾ ഞാനത് മുഴുവനായിട്ടും എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രീസ് ചെയ്ത് വെക്കുക എന്ന് നോക്കിയാലോ. അതിന് ഞാനതൊരു പാത്രത്തിൽ അടിയിൽ ബട്ടർ പേപ്പറാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ബട്ടർ പേപ്പറല്ല, ഞാൻ A4 ഷീറ്റ് വാങ്ങി അതിൽ കുറച്ച് എണ്ണ തേച്ചതിന് ശേഷം അതാണ് അടിയിൽ വെച്ചിരിക്കുന്നത്. അതിൻ്റെ മേലെ നമ്മൾ വെക്കുക. ഒരുപാട് കുത്തി തിരക്കി മേലെ വെക്കരുത്. പിന്നെ അത് വെക്കുമ്പോൾ നിങ്ങൾ എത്ര ലെയറായിട്ടാണോ വെക്കുന്നത്, നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് നമ്മളിതുപോലെ തന്നെ മേലെ ബട്ടർ പേപ്പർ വെക്കുക. എന്നിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക. എന്നിട്ട് ഇതങ്ങനെ ഫ്രീസറിൽ വെച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം വരെ ഒരു കേടും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനത് അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാത്രം ഞാൻ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നല്ലവണ്ണം ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ചൂടായി തിളച്ച് പോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് ഇടുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകുള്ളൂ, വെന്ത് കിട്ടില്ല. ഇത് കുറച്ച് കട്ടിയുള്ള കാരണം കൊണ്ട് വേഗം കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ പൊരിച്ചെടുക്കുക. കുറച്ച് നേരം ആകുമ്പോൾ ഇത് തിരിച്ചും മറിച്ചും അങ്ങനെ 2-3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കുക. ഒരു പൊട്ട് എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ, ഒരു പൊട്ട് എണ്ണ കുടിച്ചിട്ടില്ല. ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ അതാ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ബർഗർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എനിക്ക് ചെറിയ ബന്നാണ് കേട്ടോ കിട്ടിയത്, വലിയ ബന്ന് കിട്ടിയില്ല. അതിൻ്റെ നടുക്ക് മുറിച്ചിട്ട് ഇതിങ്ങനെ ചൂടാക്കണം എന്നൊന്നുമില്ല കേട്ടോ. ചൂടാക്കിയിട്ട് പറഞ്ഞാൽ ബന്നിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, അപ്പോൾ അത് മാറിക്കിട്ടും. അപ്പോൾ അത് മീഡിയം ഫ്ലെയിമിലിട്ട് ഞാനത്, നമുക്ക് വേണമെങ്കിൽ ബട്ടർ തേച്ചിട്ട് ചൂടാക്കിയെടുക്കാം. ഞാൻ വെറുതെ ചട്ടിയിൽ വെച്ചിട്ടാണ് ചൂടാക്കിയെടുത്തത്. ഇനി ഞാൻ അതിൽ നിന്നൊരു പറ്റീസ് എടുത്തിട്ട് അതിലേക്ക് ഞാൻ ചീസ് വെച്ചെടുത്തിട്ടുണ്ട്.
നമുക്ക് വേണമെങ്കിൽ ഇതേപോലെ ഒന്ന് ചൂടാക്കിയെടുക്കുക, ഇല്ലെങ്കിൽ എല്ലാം കൂടെ സെറ്റ് ചെയ്ത ശേഷം വേണമെങ്കിൽ ചൂടാക്കിയെടുക്കുക. അതവിടെ ചൂടാകട്ടെ. ആ സമയം കൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് മയണൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ടൊമാറ്റോ കെച്ചപ്പാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഇതിൽ വേണമെങ്കിൽ കടുകിൻ്റെ പേസ്റ്റ് ഉണ്ടാവും, മസ്റ്റാർഡ് പേസ്റ്റ്. അത് എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിയതിന് ശേഷം ഒരു ടീസ്പൂൺ അതിൽ മിക്സാക്കിയിട്ട് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മൾ ചൂടാക്കി വെച്ച ബന്നിൻ്റെ ഉള്ളിൽ തേച്ച് കൊടുക്കുക. പിന്നെ അതിൽ ലെറ്റ്യൂസ് ലീഫാണ് കേട്ടോ. അത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ പാറ്റീസ് വെക്കുക. പിന്നെ ചീസ് ഉണ്ടെങ്കിൽ ചീസ് വെക്കുക. പിന്നെ അതിലേക്ക് കുക്കുംബർ, തക്കാളി, ഉള്ളി ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മറ്റേ ബന്നിൻ്റെ ബാക്കിയുള്ളതിലും ഇതേപോലെ ഈ സോസ് തേച്ചതിന് ശേഷം അടച്ചിട്ട് നമ്മൾ ഫ്രൈ പാൻ ചൂടാക്കിയതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം ചൂടാക്കുമ്പോഴേക്കും നമ്മുടെ ഈ ചീസ് നല്ലപോലെ മെൽറ്റായി കിട്ടും. അങ്ങനെ വേണമെങ്കിലും കഴിക്കുക. ഇല്ലെങ്കിൽ പാറ്റീസിൻ്റെ മേലെ ചീസ് വെച്ച് ചൂടാക്കിയതിന് ശേഷം സെറ്റ് ചെയ്തെടുത്താലും മതി. അതൊക്കെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഇൻഷാ അല്ലാഹ് ഞാൻ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബൈ. ബർഗർ ബന്ന് കിട്ടിയില്ലെങ്കിൽ അതേപോലെ ബ്രെഡിൽ വേണമെങ്കിലും സെറ്റ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയതിന് ശേഷം ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അപ്പോൾ ഓക്കെ.